ആശ്വാസധാരയുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആശ്വാസധാരയിൽ നമ്മളോടൊപ്പം മാർ ജോസ് പുളിക്കൽ പിതാവെ സ്വാഗതം. ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു സന്ദേശം അത് ഒരു വ്യത്യസ്തമായ വിഷയമാണ്. വിഷയം മരണമാണ്. ഞാൻ കത്തൊന്ന് വായിക്കാം. ഞാൻ 29 വയസ്സുള്ള ഒരു യുവതിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. വിവാഹാലോചനകൾ നടന്നു വരുന്നു. എന്നെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം പങ്കുവയ്ക്കാനാണ് ഞാൻ എഴുതുന്നത്. എനിക്ക് മരണത്തെ വല്ലാത്ത ഭയമാണ്. ഇരുട്ടത്ത് ഇരിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. ആരെങ്കിലും വന്ന് എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമോ എന്ന ഭയമാണ്. ചെറിയ അസുഖങ്ങൾ വന്നാലും മരിക്കും എന്ന ഭയം എനിക്കുണ്ട്. മരണശേഷം എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ മരിക്കുന്നതായി സ്വപ്നം കാണാറുണ്ട്. എനിക്കെൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നില്ല. ഒന്നിലും മനസ്സുറപ്പിക്കാൻ സാധിക്കുന്നില്ല. ആശ്വാസം നൽകുന്ന ഒരു മറുപടി ആശ്വാസധാരയിലൂടെ പ്രതീക്ഷിക്കുന്നു. വാസ്തവത്തിൽ ഒത്തിരി ഭാരപ്പെടുത്തുന്ന ഒരു പ്രമേയമാണ് ഈ കത്തിൻ്റെ പിറകിലുള്ളത്. ഒരുപാട് സങ്കടങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ എല്ലാം കിടക്കുകയാണ്. വിവാഹിതയായ ഒരു യുവതിയുടെ ജീവിതത്തിൽ ഈ മരണഭയം വല്ലാതെ വിഷമിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വിഷയം പല ആളുകൾക്കും ഇങ്ങനെ ഈ സമാനമായത് ഉണ്ടാകുന്നതായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കില്ല ഇത് പ്രയോജനപ്പെടുന്നത് ഞാൻ കരുതുന്നു. ഒന്നാമതായിട്ടിത് മനഃശാസ്ത്രപരമായ ഒരു സമീപനം ഇതിന് ആവശ്യമാണ്. അത് കഴിഞ്ഞ് നമ്മളിതിനെ ദൈവശാസ്ത്രപരമായിട്ട് കൂടി സമീപിക്കേണ്ടിയിരിക്കുന്നു. മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തെറ്റിയൊരു മാനസികാവസ്ഥയുണ്ട് ഇതിനകത്ത്. വല്ലാതെ മരണഭീതി ഒരാളിൽ വർദ്ധിച്ചു വരിക, വിഷാദത്തിലേക്ക് വരിക, എപ്പോഴും മരിക്കും, എപ്പോൾ വേണേലും ഒരു പനി വരുമ്പോഴേ മരിക്കുമെന്ന് തോന്നുക, ഇരുട്ടിനെ പേടിയാകുക. ഞാൻ കഴിഞ്ഞ നാളിൽ ഒരു സൈക്കോളജിസ്റ്റുമായിട്ടൊരു വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം വേറെ സമാനമായൊരു വിഷയം എന്നോട് ഷെയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൗൺസിലിംഗ് റൂമിലെത്തിയ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം ഏതാണ്ട് ഇതുപോലത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ആ വ്യക്തി ഇതുപോലെ മരണത്തെ ഭയപ്പെട്ട് ഏതാണ്ട് ഇതുപോലത്തെ ഒരു വിഷയം വല്ലാതെ ഭാരപ്പെടുകയായിരുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക്, പഴയകാല അനുഭവങ്ങളിലേക്ക് സാവധാനം അദ്ദേഹം കൗൺസിലിങ്ങിലൂടെ നയിച്ചുകൊണ്ട് പോയപ്പോൾ ചില തെറാപ്പിയുടെയൊക്കെ സഹായത്തോടു കൂടി അദ്ദേഹം ചില സത്യങ്ങൾ ഡയഗ്നോസ് ചെയ്തു. വളരെ ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നത്. ചെറുപ്പത്തിൽ അവൾ ദുരുപയോഗിക്കപ്പെട്ടു. വളരെ ഒരു ഷോക്കായിട്ട് മാറിയത്. അത് അവളുടെ ഓർമ്മയിൽ അതില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിനെ കാണാനായിട്ട് അത് മറന്നു കഴിഞ്ഞു. പിന്നെ ക്ഷമിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും ശാരീരികമായിട്ടൊന്നും ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ഷോക്ക് ഉള്ളിക്കിടന്നത് പിന്നീട് ഒരു മരണഭീതിയായിട്ട് മാറുകയായിരുന്നു. ആ ഒരു ഇന്നർ വൂണ്ട് കണ്ടെത്തിയിട്ട് ആ ഒരു റിയൽ കോസിനെ അഡ്രസ്സ് ചെയ്ത് അത് പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കി അത് മാറ്റിയെടുത്തപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടി. ഇതുപോലെയുള്ള ചില സൈക്കോളജിക്കൽ ഷോക്കുകൾ, മാനസികമായിട്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപക്ഷെ അനുഭവപ്പെട്ട ചില ശക്തമായ ഷോക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നീട് വ്യത്യസ്തമായ രൂപം പ്രാപിച്ചിട്ട് ഇങ്ങനെയുള്ള മരണഭീതിയിലേക്കോ സമാനമായ പ്രതിസന്ധികളിലേക്കോ മാനസിക തകർച്ചകളിലേക്കോ ഒക്കെ എത്താനുള്ള ഇടയുണ്ട്. അതുകൊണ്ടൊരു നല്ല കൗൺസിലിംഗ് ഒരു വിഷയത്തിൽ സജസ്റ്റ് ചെയ്യപ്പെടാവുന്നതാണ്. തെറപ്പി അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലൊന്നും ആവണം നിർബന്ധമില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഷോക്കുകൾ ജീവിതത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. നിർബന്ധമില്ല, എല്ലാ ഷോക്കുകൾക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് ഒരു കൗൺസിലിങ്ങിലൂടെ ഒരു പക്ഷെങ്കിൽ സഹായിച്ചേക്കും എന്നൊരു നിർദ്ദേശമുണ്ട്. ഒപ്പം തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഓർക്കുന്നു, ചില വ്യക്തികൾ, ഭയമുള്ള ചില മനുഷ്യർ, ചില ഉറക്കം കിട്ടാത്ത മനുഷ്യർ, അങ്ങനെയുള്ള ചില ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ വന്ന് എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവമാണ്. അവർക്ക് വേണ്ടി തമ്പുരാൻ്റെ സന്നിധിയിൽ ഒരു അഭിഷിക്തൻ്റെ കൃപാവരങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായിട്ട് തമ്പുരാനെ സമർപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിന് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുരോഹിതൻ്റെ അടുത്തോ ഒരു അഭിഷിക്തനായ വൈദികൻ്റെ അടുത്തോ ഒക്കെ ചെന്നിട്ട് ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത് പോലെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ അല്ലാതെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റുള്ളവരുടെ പ്രാർത്ഥനയിലൂടെ ഈ ഒരു കൃപ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും, സൗഖ്യം കിട്ടാനുള്ള വലിയൊരു അനുഗ്രഹം. ഇനി ഇതിന് എന്താ മരണം? അത് നമ്മൾ ഈ വാസ്തവത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഇവിടെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നുവെന്ന് ഭീതിപ്പെടുന്ന ഒരു സാഹചര്യം മരണത്തെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണയെ പക്ഷേ കണ്ടേക്കാം. വിശ്വസിക്കുന്ന ആളാണെന്ന് പറയുന്നെങ്കിൽ പോലും എന്താ മരണം
മരണം ഒരു അനിവാര്യതയാണ്. സത്യത്തിൽ മനുഷ്യൻ്റെ അന്ത്യങ്ങളെന്ന് സഭ പഠിപ്പിക്കുന്നത് മരണം, വിധി, സ്വർഗം, നരകം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ്, നിത്യമായ ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ അന്ത്യം. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് അവന് ദൈവത്തിൽ തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പം അവൻ്റെ ആത്യന്തികമായ അന്ത്യം എന്ന് പറയുന്നത് സ്വർഗമാണ്, നിത്യതയാണ്, ദൈവത്തോടൊപ്പമുള്ളൊരു ജീവിതമാണ്. അതിന് വളരെ കൃത്യമായ രീതിയിൽ ഈ മനുഷ്യൻ്റെ അന്ത്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വേദഗ്രന്ഥത്തിൽ നിന്നും സുവിശേഷങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, സഭ അത് പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പം മരണമെന്ന ആ വലിയൊരു അനിവാര്യത മനുഷ്യൻ്റെ ഗ്രാഹ്യമേഖലകളെ കപ്പുറത്തേക്ക് നിത്യതയെ തൊട്ടു നിൽക്കുന്ന ആ ഒരു വലിയ അനിവാര്യത ഒരു വലിയ ലക്ഷ്യം പ്രാപിക്കലായിട്ട് നമ്മൾ തിരിച്ചറിയണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1005 മുതലുള്ള ഖണ്ഡികകളിലൊക്കെ ഈ കാര്യം വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് മിശിഹായുടെ മരണത്തിലുള്ള പങ്കുചേരലാണ് എന്ന് പറഞ്ഞു വെക്കും. വാസ്തവത്തിലൊരു വിശ്വാസിയായ മനുഷ്യൻ സഭയുടെ അംഗമായി മാമോദീസായിലൂടെ ത്രിത്വൈക ദൈവത്തിലേക്ക് ജനിക്കുന്ന വേളയിൽ അയാൾ ക്രിസ്തുവിൽ മരിക്കുക ചെയ്യുക. പൗലോസ്ലീഹ മാമോദീസായെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിനോടുകൂടി മരിച്ച് ഉയർക്കുകയാണെന്നാണ്. അപ്പോൾ മിശിഹായുടെ മാമോദീസ തന്നെ ജലത്തിലേക്ക് ഇറങ്ങി ജലത്തിൽ നിന്ന് ഉയർന്ന ഒരു ജലത്തിൽ മുങ്ങി ഉയർന്നു. അത് അവിടുത്തെ മരണത്തെയും ഉത്ഥാനത്തെയും എല്ലാം അടയാളപ്പെടുത്തുന്നതാണ്. അപ്പം മിശിഹായിൽ ഒരാൾ മരിച്ച് ഉയർക്കുകയാണ് അയാളുടെ മാമോദീസ വേളയിൽ തന്നെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ. ആ ഒരു ഉയർപ്പിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് അയാൾ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ മരണത്തിലൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് മരണമെന്ന് പറയുന്നത് മിശിഹായോട് കൂടിയുള്ള ഒരു മരണ ഉയർപ്പുമാണ്. സഭ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നത്, ബൈബിൾ പഠിപ്പിക്കുന്നത് അതുതന്നെയാണല്ലോ. ഇനി പാപത്തിൻ്റെ ഫലമാണ് മരണം എന്നും ബൈബിൾ പഠിപ്പിക്കും. റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഒരു മനുഷ്യൻ്റെ പാപം മൂലം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അതുമൂലം എല്ലാവരും പാപികളും എല്ലാവരും മരിക്കുന്നവരുമായി മാറി. അപ്പം മരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ഫലമാണ്. ഒരു ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഒരു മനുഷ്യൻ പാപം ചെയ്യാതിരുന്നെങ്കിൽ ഭൂമിയിൽ മരണം ഉണ്ടാകില്ലായിരുന്നു. അപ്പം കുഞ്ചൻ നമ്പ്യാരൊക്കെ പാടുന്ന പോലെ കാലനില്ലാത്ത കാലം, ആരും മരിക്കാത്തൊരു കാലം ഉണ്ടാകുമായിരുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ 1008-ാമത്തെ ആ ഒരു നമ്പറിൽ മരണം പാപത്തിൻ്റെ ഫലമാണ്, മരണം മനുഷ്യൻ്റെ പാപം മൂലം ലോകത്ത് പ്രവേശിച്ചുവെന്ന് വിശുദ്ധ ലിഖിതത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും യഥാർത്ഥ വ്യാഖ്യാതാവ് എന്ന നിലയിൽ സഭയുടെ പ്രബോധന അധികാരം പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ പ്രകൃതി മരണാത്മകമാണെങ്കിൽ അവൻ മരിക്കരുതെന്നായിരുന്നു ദൈവത്തിൻ്റെ നിയോഗം. അങ്ങനെ മരണം സൃഷ്ടാവായ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിപരീതമായിരുന്നു. അത് പാപത്തിൻ്റെ ഫലമായ ലോകത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. മരണം ക്രിസ്തുവിനാൽ 1009 നമ്പർ ഇത്. മരണം ക്രിസ്തുവിനാൽ രൂപാന്തരീകൃതമായി ദൈവപുത്രനായ യേശു തന്നെയും മാനുഷികാവസ്ഥയുടെ ഭാഗമായി മരണം സഹിച്ചു. ഇത് സഭ പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ പാപം തന്നെയാണ് മരണത്തിലേക്ക് കൊണ്ടുവന്നത്. പൗലോസ്ലീഹ പറയുന്നുണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു രസകരമായ പ്രശ്നം അവിടെ ഇല്ലേ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. വാസ്തവത്തിൽ മനുഷ്യൻ മരിക്കില്ല, ശാരീരികമായിട്ട് മരിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മരണമല്ലാത്ത ഒരു മരണത്തിലൂടെ മരണം വരിക്കുമെന്ന് കാൾ റാനർ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. വലിയ ദൈവശാസ്ത്ര പണ്ഡിതനായ റാനറുടെ ഭാഷയിൽ മനുഷ്യൻ പാപം ചെയ്തിരുന്നില്ലെങ്കിൽ മരണമല്ലാത്ത ഒരു മരണത്തിലൂടെ അവൻ ദൈവത്തെ പ്രാപിക്കുമായിരുന്നു. കാരണം ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ആത്യന്തികമായ നിയോഗവും ലക്ഷ്യവുമാണ്. അപ്പം ഈ ശാരീരികമായ അവസ്ഥയിൽ നിന്നും അവൻ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു, എങ്കിലേ ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ശാരീരികമായ ഈ ഭൂമിയിലെ തീർത്ഥാടന ജീവിതം അത് അവസാനിപ്പിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് മനുഷ്യർ അല്ലെ ബഹുസഹസ്രം മനുഷ്യർ വന്ന് നിറഞ്ഞിട്ട് ഈ ലോകം മുഴുവൻ ഇല്ലെന്നായിത്തീരുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നല്ലോ. വർദ്ധിച്ച് പെരുകുവാനായിട്ട് ദൈവം മനുഷ്യനെ നിയോഗിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനിക്കുന്ന മനുഷ്യൻ മരിക്കുക എന്നുള്ളത് അവൻ്റെ നിയോഗമാണ്. പക്ഷേ ഇപ്പോഴുള്ള ദുഃഖകരമായ സഹന സമ്മിശ്രിതമായ ഒരു അന്ത്യം അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഒരുതരം രൂപാന്തരം, അതാണ് റാനർ പറയുന്ന ഒരു മരണമല്ലാത്ത മരണം, രൂപാന്തരം പ്രാപിച്ചൊരവസ്ഥയിൽ അവൻ ദൈവത്തിലേക്ക് ലയിക്കുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, അപ്പോൾ മരണമെന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അത് ദൈവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥയാണ്. പൗലോസ്ലീഹയൊക്കെ ഈ മരണത്തെ എത്ര താല്പര്യത്തോടു കൂടിയാണ് വാസ്തവത്തിൽ കണ്ടത്. എനിക്ക് ജീവിതം ക്രിസ്തുവും
മരണം എനിക്ക് നേട്ടവുമാണ് എന്ന് പൗലോസ് പറഞ്ഞു വെക്കും. അപ്പോൾ അത്രമാത്രം വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ മരിച്ചു ദൈവത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ശരീരത്തിൽ തുടരാനായിട്ട് സന്നദ്ധനാണെന്ന് അദ്ദേഹം സഭകളോട് പറയും. വിശുദ്ധരൊക്കെ, കൊച്ചു ത്രേസ്യായെ പോലത്തെ വിശുദ്ധരൊക്കെ പറയും, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം ഞാൻ മരണത്തിലൂടെ ദൈവത്തിലേക്ക് ജനിക്കുകയാണ്, ദൈവത്തോടൊപ്പം ആയിരിക്കാൻ ഞാൻ ദാഹിക്കുന്നു എന്ന് പറയും. അപ്പം വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് വിശ്വാസം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മരിക്കുക എന്ന് പറയുന്നത് ഒരു ആനന്ദകരമായ അവസ്ഥയാണ്. പക്ഷേ അതിന് സഹനമുണ്ട്. കാരണം പാപത്തിൻ്റെ പരിണതഫലമായിട്ട് ജീവിതത്തിലേക്ക് വന്ന ആ ഒരു സഹനം, അല്ലെങ്കിൽ പാപം മൂലം ഉണ്ടാക്കിയെടുത്ത ഒരു മരണം കൊണ്ടുവന്ന, മരണം വിതച്ച ഒരു വലിയ സഹനമുണ്ട്. അത് മരണത്തെ ഭീതിപ്പെടുത്തുന്നതാക്കി മാറ്റി. ആ ഭീതിയെ അതിജീവിക്കാനായിട്ട് ദൈവവിശ്വാസിക്കാണ് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഈ ചോദ്യത്തിനകത്ത് ഈ ആഴമായ ഒരു വിശ്വാസത്തിലേക്ക് വരേണ്ടതാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു ആശങ്കയും ആവശ്യമില്ല. കാരണം അത് ദൈവം തരുന്ന വലിയൊരു കൃപയും ഭാഗ്യവുമായിട്ട് അതിനെ കാണാനായിട്ട് കഴിയേണ്ടതാണ്. ഇനി ദൈവവിശ്വാസം ഇല്ലാത്ത മനുഷ്യരുടെ അന്ത്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. ബെർട്രാൻഡ് റസ്സൽ ഒരു നല്ല മനുഷ്യനാണ്, ചരിത്രത്തിൽ വലിയ താത്വികനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ ആം എ ബ്രോക്കൺ മാൻ ബിക്കോസ് ഐ ഹാവ് നോ ഫെയ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിടഞ്ഞു മരിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ കുറേയേറെ നന്മകൾ ചെയ്തൊരു മനുഷ്യനാണ് എന്ന് കരുതപ്പെടുമ്പോൾ അദ്ദേഹം ഒരു തിന്മയുടെ പ്രതീകം അല്ലായിരുന്നു, ഒരു ഫിലോസഫറായിരുന്നു. നല്ല തിന്മ ചെയ്ത ഒരു പ്രതീകമായിട്ട് കാണപ്പെടുന്നയാളല്ല. പക്ഷേ അദ്ദേഹത്തിന് പോലും മരണമെന്ന് പറയുന്ന ഒരു ബ്രോക്കൺനെസ് ആയിരുന്നു, ഭീകരമായിരുന്നു. അതുപോലെ ആംഗല കവിയായ ബൈറൺ, അദ്ദേഹം ഒരു നിരീശ്വര കവിയായിരുന്നു. ഈശ്വരവിശ്വാസം നിഷേധിച്ചുകൊണ്ട് അത് പ്രചരിപ്പിച്ച ആളാണ്, അതിൽ ആനന്ദിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഇങ്ങനെ ചരിത്രത്തിൽ കുറിക്കപ്പെട്ടതായി ഞാൻ വായിച്ചിട്ടുണ്ട്: എൻ്റെ ജീവിതത്തിലെ പുഷ്പങ്ങളും ഫലങ്ങളും ഇവിടെ അവസാനിക്കുന്നു, അന്ധകാര നിബിഡമായ ശുദ്ധശൂന്യതയിലേക്ക് ഞാൻ വഴുതിപ്പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടൊരു നിലവിളിയോടുകൂടി അദ്ദേഹം പിടഞ്ഞു മരിച്ചു എന്നാണ്. അപ്പോൾ ഈ ഭൂമിയിൽ എന്തൊക്കെയോ നേടിയെന്ന് വിചാരിച്ചിരുന്നതെല്ലാം കട്ടപ്പുകയാകുകയാണ് അവസാന നിമിഷം അയാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു അവിശ്വാസിയുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ മാത്രം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഈ വിശ്വാസ തീർത്ഥാടനം ആത്യന്തികമായിട്ട് ദൈവത്തിലെത്തിച്ചേരേണ്ടതാണെന്ന ഉറപ്പില്ലാത്ത ഒരാളുടെ കാര്യത്തിൽ മരണം ഒരു ഭീകരമാണ്, ഒരു സമസ്യയാണ്. അപ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളൊക്കെ ആയിരിക്കും പിന്നെ നടത്തുന്നത്. ഈ മരണത്തെ പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങിയ ഒരുപാട് വിശുദ്ധർ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അവർക്ക് ഈ ആഴമായ ഒരു വിശ്വാസത്തിലൂടെ കടന്നുപോയി ഒരു മരണത്തെ ഒരു രൂപാന്തരീകരണമായിട്ട് കണ്ടവരായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. വിശുദ്ധരുടെ ജീവിതത്തിൽ അവരുടെ അന്ത്യം അനുഗ്രഹവും ആസ്വാദ്യകരവുമായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് സഹനങ്ങളുണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ പ്രലോഭനങ്ങളും പരീക്ഷകളും ഉണ്ടായിട്ടുണ്ട്. മരണനേരത്ത് ചില വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായതായിട്ടൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അവർക്ക് വിശ്വാസം പോലും നഷ്ടപ്പെടുന്നു, എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് പോലും ഭീതിപ്പെടുന്നു. അതൊക്കെ അങ്ങനെ ചില ഉത്കണ്ഠകളുണ്ട്. അതായത് മരണസമയത്ത് ചിലർക്ക് ഇങ്ങനെ കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിചാരം പലയിടത്തുമുണ്ട്. തിന്മയുടെ ഒരു പരീക്ഷണ സമയം കൂടി. ഏറ്റവും കൂടുതൽ മരണത്തെ ഒരു ദൈവത്തെ കണ്ടുമുട്ടാനൊരു അവസരമായിട്ടാണ് കാണേണ്ടത്. മരണത്തെ പിതാക്കന്മാർ, ചില ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ കൂദാശയായിട്ട് കാണുന്നുണ്ട്. കാരണം കൂദാശകളെന്ന് പറയുന്നത് എന്താണ്? കൃപാവരത്തിൻ്റെ നീർച്ചാലുകളാണ്, ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടങ്ങളാണ്. അപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന കൂദാശകൾ സ്വീകരിക്കുന്നവരാണ് നമ്മൾ വിശ്വാസികൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. മാമോദീസ, അതുപോലെ മറ്റെല്ലാ കൂദാശകളും, വിശുദ്ധ കുമ്പസാരം, കുർബാന പ്രത്യേകിച്ചും. അപ്പോൾ അതെല്ലാം കർത്താവിനെ കണ്ടുമുട്ടുകയാണ് ഈ ഭൂമിയുടെ പരിമിതിയിലായിരുന്നുകൊണ്ട് തന്നെ. പക്ഷേ മരണമെന്നത് ഒരു കൂദാശയായിട്ട് ദൈവശാസ്ത്രജ്ഞന്മാർ പലരും വ്യാഖ്യാനിക്കുമ്പോൾ ചിലരൊക്കെ അതിനെ കൂദാശകളുടെ ഏറ്റവും ഉദാത്ത കൂദാശ എന്ന് പോലും, ഒരു മഹത്വമേറിയ കൂദാശ എന്ന് പോലും പറയാറുണ്ട്. കാരണം ദൈവത്തെ മുഖാമുഖം കാണുകയാണ്. മറ്റൊക്കെ കാണുന്നതിനേക്കാൾ ഉപരി മരണമെന്ന കൂദാശ ഒരാൾ യോഗ്യതയോടുകൂടി, ഒരുക്കത്തോടുകൂടി, പാപമില്ലാത്ത അവസ്ഥയിൽ സ്വീകരിക്കുമ്പോൾ, അനുതാപത്തോടുകൂടി വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ അതിനെ ഒരു ദൈവമായുള്ള കണ്ടുമുട്ടലാണ്. അപ്പോൾ പാപമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന, നിത്യതയിൽ ദൈവത്തോടെ എന്നും ആയിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് കൂദാശകളുടെ തന്നെ ഒരു ഉത്കൃഷ്ട കൂദാശയായിട്ട് തന്നെ അതുകൊണ്ട് ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മരണത്തിലൂടെ ഒരു മനുഷ്യൻ അങ്ങനെ വിശുദ്ധിയിൽ വിശുദ്ധർ വരിക്കുമ്പോൾ, അതാണല്ലോ സാറ് ചോദിച്ചത്. അപ്പോൾ വിശുദ്ധർ ഈ മരണം വരിക്കുമ്പോൾ ഈ ഒരു കൂദാശ അതിൻ്റെ പൂർണ്ണതയിൽ യോഗ്യതയോടെ സ്വീകരിക്കുന്നതുകൊണ്ട് അവർ വലിയ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നവരാണ്. ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ ചില ഗവേഷണ പഠനങ്ങളിൽ ഈ സെൽ ഡെത്ത് എങ്ങനെ ഉണ്ടാകുന്നു, അപ്പോൾ ആ സെല്ലുകളെ കുറച്ചുകൂടി നാനോ ലെവലിൽ നിരീക്ഷിക്കുമ്പോൾ
ആ അത്തരം ഒരു സാഹചര്യത്തെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒരു സെല്ലിനുണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും അത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നു. അങ്ങനെ ഭാവിയിൽ ഒരു പക്ഷേ മരണത്തെ അതിജീവിക്കാനായിട്ടുള്ള ഒരു സാങ്കേതികവിദ്യ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജൈവിക അവസ്ഥ മനുഷ്യനുണ്ടാക്കിയെടുത്താൽ പിന്നെ സ്വർഗത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഒക്കെ പ്രസക്തി എന്തായിരിക്കും? അല്ലെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾ ധാർമ്മികമാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യന് ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. അവൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ലയമാണ്, സ്വർഗമാണ്, ദൈവത്തോടൊപ്പം ആയിരിക്കുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് അയാൾ നീങ്ങുന്നതിന് വിഘാതമായ ഒരു അവസ്ഥ മനുഷ്യന് ദൈവം കൊടുത്ത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. തീർച്ചയായിട്ടും ശാസ്ത്രം ഒരിക്കലും വിശ്വാസത്തിനെതിരല്ല. ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ പുതിയ മെഡിസിനുകൾ കണ്ടെത്തണം, രോഗത്തിനുള്ള ചികിത്സകൾ കണ്ടെത്തണം, ആയുസ് അങ്ങനെ ദീർഘിപ്പിക്കാനായിട്ട് ദൈവം കൊടുത്ത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ആയുസ് ദീർഘിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഇവർ ചികിത്സിച്ച് ആവശ്യമായ രോഗശാന്തി കിട്ടാനുള്ള എല്ലാം ആവശ്യമാണത്. അങ്ങനെ ആയുസ് ദീർഘിക്കുകയും ചെയ്യും. ഇന്ന് വർദ്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം ഒത്തിരി വർദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവികമായ ഒരു പ്രവൃത്തിയായിട്ട് തന്നെ കാണാം. കാരണം മനുഷ്യൻ്റെ ജീവൻ വിലപ്പെട്ടതാണ്, അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം. അതുകൊണ്ട് തന്നെ അത് നല്ലതാണ്. പക്ഷേ അത് മരണമെന്നൊന്നും ഇല്ലെന്നാക്കാനായിട്ട് മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശ്രമിക്കുന്നെങ്കിൽ അത് ദൈവിക പദ്ധതിക്ക് വിഘാതമാണ്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം ഒരിക്കലും വിജയിക്കുകയില്ലെന്ന് തന്നെയാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് അതിനകത്തൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. നിത്യത എന്നുള്ളതൊന്ന് ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ നിരസിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ ഒരു പരീക്ഷണം, അതിൽ തന്നെ അതിൻ്റെ ലക്ഷ്യത്തിൽ അത് അധാർമികമാണ്. ഈ മരണഭയം പോലെ തന്നെ ഈ നമ്മളെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു സംഗതിയാണ് മരണാഭിമുഖ്യം, അതിര് കടന്ന മരണാഭിമുഖ്യം. അതും ചില ആളുകളിൽ കണ്ടുവരുന്നു. ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ അല്ലേ? സൂയിസൈഡൽ ടെൻഡൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സൈക്കോളജിക്കൽ ഡിസോർഡർ തന്നെയാണ്. അത് ഇതിന് വിരുദ്ധമായ ഒന്നാണ്. ഇതിപ്പോൾ മരിക്കും എന്നുള്ള ഭയമാണ്, മറ്റത് മരിക്കാനുള്ള ആസക്തിയാണ്. ഇതൊരു വളരെ നേരിയ ഒരു വഴി അവിടെ നമ്മൾ കാണേണ്ടത്. മരിക്കാൻ ആഗ്രഹിക്കുന്ന പൗലോസ്ലീഹായോ വിശുദ്ധാത്മാക്കളോ അവർ ദൈവത്തെ പ്രാപിക്കാനും സ്വർഗത്തിൽ പോകാനും ആഗ്രഹിച്ചതുകൊണ്ടാണ്. ആ നിത്യത എന്ന വലിയ യാഥാർത്ഥ്യത്തെ അവർ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ആസ്വദിച്ചതുകൊണ്ടാണ്. പൗലോസ്ലീഹയുടെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം, ശരണം, ഉപവി അല്ലെ സ്നേഹം. വിശ്വാസവും പ്രത്യാശയും ഇല്ലെന്നാകും, പക്ഷേ സ്നേഹം എന്നും നിലനിൽക്കുന്നു. കാരണം സ്നേഹം മരിച്ചാലും ദൈവത്തോടൊപ്പം ആയിരിക്കുന്നൊരവസ്ഥയാണ്. മരണത്തിന് ശേഷം ദൈവത്തെ മുഖാമുഖം നമ്മൾ കാണുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ട ഈ കാര്യം അങ്ങനത്തെ ഒരു ദാഹമല്ല, മറിച്ച് അത് ജീവിതത്തോടുള്ള ഒരു നിഷേധാത്മക ഭാവമാണ്. അതൊരു തരം മാനസിക വൈകല്യമാണ്. അത് ചികിത്സിക്കപ്പെടേണ്ടതും അങ്ങനെ സൗഖ്യമാക്കാവുന്നതുമാണത്. അപ്പോൾ ഈ മരണത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഭയം, അതിൽ നിന്നും അയാൾ രക്ഷപ്പെടണമെങ്കിൽ ആഴമായൊരു വിശ്വാസത്തിലേക്ക് വരണം എന്നൊരു പാഠം കൂടി ഇതിനകത്തുണ്ട്. പലപ്പോഴും ഈ മരണാഭിമുഖ്യം, മരണഭയം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഈ ഭൂമിയിലെ ജീവിതത്തെ കണ്ടമാനം സ്നേഹിക്കുന്നവരാണ്. ഭൂമിയെ സ്നേഹിക്കുന്നു, ഭൗമിക ജീവിതത്തെ സ്നേഹിക്കുന്നു, ഇവിടുത്തെ ബന്ധങ്ങളെ സ്നേഹിക്കുന്നു. ഇത് വിട്ടുപോകാനുള്ള ഒരു മനസ്സില്ലായ്മ. വലിയ ചില രാജാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. യയാതി എന്ന് പറയുന്ന നോവലിൽ യയാതിയുടെ പ്രശ്നം അതായിരുന്നു. മരണം അയാളെ വല്ലാതെ അലട്ടുന്നു. കാരണം ഇനി പ്രസിദ്ധമായൊരു നോവലാണ് അല്ലേ? അതെ, V.S. ഖാണ്ടേക്കറുടെ. അവിടെ യയാതി പറയുന്നത് എനിക്ക് മരിക്കണ്ട, എനിക്ക് ഇനിയും ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കണമെന്നാണ്. ഈ യയാതിയുടെ പിതാവായ നഹുഷ മഹാരാജാവും അങ്ങനെയായിരുന്നു. ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അദ്ദേഹം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ സുഖഭോഗങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് ഇങ്ങനെ മാടി വിളിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഐഹിക ജീവിതത്തോടുള്ള ഒരു ക്രമരഹിതമായ സ്നേഹമല്ലേ പലപ്പോഴും മരണഭയത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്? ഒരു കാരണം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞ വിശ്വാസത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത്. യയാതി കഥയിൽ അയാളുടെ മകൻ്റെ യുവത്വം അയാൾ ഇരന്നു വാങ്ങി അല്ലേ? അതെ അതെ. അയാൾ തന്നെ വീണ്ടും ആ യുവത്വം വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുകയും അവസാനം അയാൾ അത് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ടല്ലേ? അത്തരത്തിലാണ് കഥ, നോവൽ അവസാനിക്കുന്നത്. വാസ്തവത്തിൽ അതൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും വശ്യതകളിലും മാത്രം അഭിരമിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദാരുണമായ ഒരു അന്ത്യം മനോഹരമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു നോവൽ എന്ന നിലയിൽ അത് വലിയൊരു പാഠം നൽകുന്നുണ്ട്. ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവം കൊടുത്തിരിക്കുന്നതാണ് സൗഭാഗ്യങ്ങളും സുഖസൗകര്യങ്ങളും എല്ലാം. അത് ഒരിക്കലും മോശമല്ല. ശരിയായ വിധം ധാർമ്മികമായ രീതിയിൽ അനുവദനീയമായ തരത്തിൽ ഈ ഭൂമിയുടെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ മനുഷ്യന് അനുഭവിക്കാൻ കഴിയേണ്ടതുമാണ്. അതിലൂടെ അയാൾക്ക് ആരോഗ്യമുണ്ടാവണം, സൗഖ്യമുണ്ടാവണം, അയാൾ എല്ലാ തരത്തിലും സന്തോഷവാനായിട്ട് ജീവിക്കണം, ലോകത്തിൽ സമാധാനവും സന്തോഷവും സുഖവും എല്ലാം അനുഭവിക്കണം.
പക്ഷേ അത് മാത്രമാണ് എല്ലാമെന്ന് ചിന്തിക്കുകയും അതാണ് ദൈവസ്ഥാനത്തെന്ന നിലയിൽ കാണുകയും അതിൽ മാത്രം ഈ ഭൂമിയിലെ കൂടാരവാസം താൽക്കാലികമാണെന്ന കാര്യം മറക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സങ്കീർത്തനൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുൽക്കൊടിക്ക് തുല്യമാണ് മനുഷ്യൻ്റെ ജീവിതം. നമ്മൾ മരണവേളയിലൊക്കെ ചൊല്ലുന്ന ആ പ്രാർത്ഥനയിൽ ആ സങ്കീർത്തനങ്ങളൊക്കെ ആവർത്തിക്കുന്നുണ്ട്. അതായത് മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ഒരു പുൽക്കൊടിക്ക് തുല്യമായ ജീവിതം, വാടിക്കൊഴിയുന്ന പുൽക്കൊടി. വാസ്തവത്തിൽ അത് മനുഷ്യൻ്റെ ജീവിതം ഒരു 90-100 വർഷം നീണ്ടാൽ പോലും നിത്യതീയമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് പുൽക്കൊടിക്ക് തുല്യമാണത്. അപ്പോൾ ഈ ഒരു ജീവിതയാത്രയുടെ തീർത്ഥാടനത്തിൻ്റെ വഴികളിൽ ഇതൊരു താൽക്കാലിക കൂടാരവാസമാണെന്നുള്ളൊരു ചിന്ത മനുഷ്യൻ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിന്തിച്ചുകൊണ്ട് അസ്വസ്ഥപ്പെടാനല്ല, മറിച്ച് ആ ഒരു കൂടാരവാസമാണ് ഈ ഭൂമിയിലെ ജീവിതം എന്നുള്ള ആ ഒരു സത്യം അയാൾക്ക് ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിത്യതയിലേക്ക് അയാൾ നോക്കി നടക്കണം. അതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ ഒരു ലുമൻ ജൻസിയും ജനതകളുടെ പ്രകാശം തിരുസഭയെക്കുറിച്ചുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ അതിൻ്റെ അവസാന ഭാഗത്ത് സഭ തീർത്ഥാടക സഭയാണെന്ന് പറയും. നമ്മുടെ തീർത്ഥാടക സമൂഹമാണ്, നിത്യതയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ ഒരു ആഴമായ അവബോധം നമുക്ക് ശക്തിയും സന്തോഷവും ആനന്ദവും പകരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നവരാണെന്ന നിലയിൽ മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ വശ്യതകളിൽ അകപ്പെട്ടു പോകാതെ, എന്നാൽ ലോകത്തിൽ ആണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ഈശോശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിലാവണം, ലോകത്തെ ഉപേക്ഷിക്കാനല്ല, ലോകത്തെ വെറുക്കേണ്ട കാര്യമില്ല. നല്ല അർത്ഥത്തിൽ ലോകം എന്ന് പറയുമ്പം ലോകത്തിൻ്റെ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ അതിനെ വെറുക്കുകയല്ല, മറിച്ച് ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തവരെ പോലെ ജീവിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ആ ഒരു വലിയ ആനന്ദം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. സ്വർഗമെന്ന് പറയുന്ന ഈ ഭൂമി തന്നെ ആരംഭിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഈ ഭൂമി തന്നെ അനുഭവിക്കുകയാണ്. ദൈവരാജ്യം നിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ദൈവത്തെ അനുഭവിച്ച് സ്വർഗത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന വ്യക്തി അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് മരണശേഷമാണ്. അപ്പോൾ അത് ആത്യന്തികമായൊരു കാര്യം. ഈ ഒരു ആഴമായ ബോധ്യം ഒരു മനുഷ്യന് എന്ത് വന്നാലും അവസാനം മൂക്കിപ്പഞ്ഞിയും വെച്ച് കാലേ ഷൂസ് വിട്ട് എടുത്തുകൊണ്ട് വരുമെന്ന്. അപ്പോൾ നല്ല സുഖമായിട്ട് കിടക്കും. വലിയ തിരക്ക് പിടിച്ച് ഒത്തിരി ഓടുന്ന മനുഷ്യന് ഭയങ്കരമായ തിരക്കിലാണ്. അല്പം പോലും സമയമില്ല, നന്മ ചെയ്യാൻ പോലും നേരമില്ല. ഒരു മനുഷ്യന് ഒരു ചെറിയ ഉപകാരം ചെയ്യാൻ പോലും വലിയ തിരക്കാണ്. ജീവിത വ്യഗ്രതകളിൽ പെട്ടുന്ന മനുഷ്യന് പക്ഷേ ഒരു ദിവസം ഒരു തിരക്കും കാണത്തില്ല. വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സുമൊക്കെ ധരിച്ച് ആഘോഷമായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരും. അതൊരു അനിവാര്യമായ അന്ത്യമാണ്. ആ ഒരു സത്യം, ദൈവത്തിലേക്കുള്ള യാത്ര, സ്വർഗം, ഈ ദർശനങ്ങൾ നമുക്ക് വലിയ സന്തോഷം പകരുന്നതാണ്. ഈ ചിന്തകൾ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഉന്നയിച്ച ഈ ഒരു സംശയത്തിന് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിക്ക് ഉത്തരമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു മനഃശാസ്ത്ര സമീപനം അത് തീർച്ചയായിട്ടും പ്രസക്തമാണ്, ആവശ്യമാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഗ്രഹമായിട്ട് പറഞ്ഞാൽ വിശ്വാസത്തിൽ ആഴപ്പെടുക. മരണം ഒരു അനുഗ്രഹമാണ്. മിശിഹായോട് കൂടെ മരിച്ച് അവിടുത്തോടൊപ്പം ഉത്ഥാനത്തിലേക്കും സമാധാനത്തിലേക്കും രൂപാന്തരപ്പെടുന്ന ഒരവസ്ഥയാണ് എന്നുള്ള ആ ഒരു ആഴമായ ബോധ്യം ധ്യാനിക്കുക, ആഴമായിട്ട് വിശ്വാസം ജീവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് അതൊരു സൗഖ്യമായും അനുഗ്രഹമായും മാറും. വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം ലഭിച്ച് സന്തോഷകരമായൊരു ജീവിതം, ഒരു കുടുംബജീവിതം നയിക്കാനൊക്കെ ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം സമൃദ്ധമായിട്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൂടാരവാസികളാണ് നാം, പക്ഷേ വെളിച്ചം പൂത്തുലയുന്ന ഒരു ലോകം മുകളിലുണ്ട്. നമുക്ക് പ്രത്യാശിക്കാം. ആ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.